നോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കുറെ നേരമായിട്ട് അപ്പു തുടങ്ങിയതാണ്. എനിക്ക് അപ്പു തമ്മി തല്ലി ചാക്. ഇത് ഒരു പ്രധാന ഒരു ഇന്റർവ്യൂ ആണ് ഇന്നലെ നടന്നത്. സംഭവം ഏറെക്കുറെ ഇപ്പം മനസ്സിലായി കാണും. ഇപ്പം ആരുടെ കാലമാണ്? വേടന്റെ കാലം. അത് തന്നെയാണ് സംഭവം. വേടൻ അടുത്ത സമയത്ത് വന്ന ഇന്ത്യൻ റാപ്പ് സംഗീത എഴുത്തുകാരനും സംഗീതത്തിനും ഒക്കെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, അദ്ദേഹത്തിന്റെ നല്ല കാലം. വിമർശനങ്ങളും ഈ മറ്റ് ഇതും കൊണ്ട് സ്വസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് വേടൻ. അതിനിടയിലാണ് ചേച്ചിമാരുടെ ആടി. നമുക്കൊന്ന് കാണാം. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്തായാലും ശരി, വേടനെ ചൊല്ലിയുള്ള ഒരു ചാനൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് മാക്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇതിനിപ്പോൾ ആധാരമായിട്ടുള്ളത്. നമുക്ക് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. അദ്ദേഹം വേടനായതുകൊണ്ടോ അദ്ദേഹം പാട്ടുകാരനായതുകൊണ്ടോ അദ്ദേഹം ദളിതനായതുകൊണ്ടല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ് വേടൻ പറഞ്ഞത്? ഈ നരേന്ദ്രമോദിയെ കുറിച്ച് പാടിയത് ഈ അടുത്ത കാലത്തല്ല, കുറച്ചു മുമ്പ് ഒരു പഴയ വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണ് ഇതെല്ലാം പൊട്ടിത്തെറിയായി വന്നത്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേടനെ അടുത്ത സമയത്ത് ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചു, പുലിപ്പല്ലുണ്ടെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ എന്ത് കേസൊക്കെ എവിടെ പോയി എന്നൊന്നും അറിയത്തില്ല. ഏതായാലും വേടന്റെ നല്ല സമയം തുടങ്ങി എന്ന് വേണം പറയാൻ. വേടൻ അതോടുകൂടി വേടന് എത്ര കണ്ട് മൈലേജ് കൂടിയെന്ന് ചോദിച്ചാൽ ഒരു 100 ടൈംസ് കൂടിയെന്ന് വേണം പറയാൻ. അപ്പൊ ഈ ചേച്ചിമാരും ഒക്കെ പലരും ഉണ്ട്. ഓരോന്നോരോന്നായി നമുക്കൊന്ന് ഓരോ ദിവസങ്ങളിലായിട്ട് വിശകലനം ചെയ്യാം. അല്ല താങ്കളോട് പറയട്ടെ, അല്ലെ മാഡം എന്താന്ന് വെച്ചാൽ പറയട്ടെ. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കുക. ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ച് മറ്റേ പുല്ല് വെട്ടാൻ പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പുല്ല് വെട്ടാൻ പോകരുത്. ഇവരൊരു നല്ല പോലെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ലേഡിയാണ്, ശാരിക എന്നാണ് പേര് എന്ന് തോന്നുന്നു. അപ്പം ഇവര് പല ഇന്റർവ്യൂവിലും ഇവരുടെ ഒരു അറ്റാക്ക് ഉണ്ട്. അത് ഈ ഇന്റർവ്യൂവിലും കാണാം. തുടക്കം പറയുന്നതൊന്നും തോന്നരുത്. ഇത് ഈ സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ നിൽക്കും. അല്ല ശാരിക, ഞാൻ മലപ്പുറത്തോട്ട് നിലമ്പൂരിലൊക്കെ പോകേണ്ട കാര്യം എന്തുവാ? അല്ല ശാരിക, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഒരു കാര്യം പറയപ്പോ ശാരിക ആവശ്യപ്പെടുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. വേണ്ട, പക്ഷെ ടോപ്പിക്ക് സംസാരിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. ശരിയാ, ടോപ്പിക്ക് സംസാരിക്കുക. ശാരിക വിട്ട് ചോദിക്കുന്നതിന് മറുപടി പറ പെങ്ങള്. എനിക്ക് വയ്യ, വേടന്റെ കാര്യം പറഞ്ഞ് ഇവിടെ അടിമത്തം ആകും തോന്നുന്നു. ടോപ്പിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോ ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ ടോപ്പിക്ക് വ്യതിചലിക്കുന്നു. സോ ഓക്കെ, കം ടു ദി പോയിന്റ്. വേടൻ ജാതി പറയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. വേടൻ പറയുന്നത് വേടന്റെ രാഷ്ട്രീയം എന്താണ്? വേടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേടൻ കുട്ടിക്കാലത്ത് ഈ ജാതി മൂലം അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. നമ്മളെ പെയിനും നമ്മളുടെ സഫറിങ്സും നമ്മുടെ പ്രധാനമന്ത്രിയാൾ ചീത്ത വിളിക്കുന്നത് എന്തിനാണ്? അത് അയാൾ വേടൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച പ്രയാസങ്ങളും ഒത്തിരി അനീതിയൊക്കെ പുള്ളി നേരിട്ടെന്നാണ് പറയുന്നത്. വേടന്റെ പ്രായം നോക്കിയാൽ ഒരു 25 വയസ്സ് താഴെ ഉള്ള തോന്നുന്നു. എന്തായാലും ശരി, നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും ഒക്കെ എത്രയോ അടിമത്തത്തിൽ നിന്നൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മളിവിടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ടുള്ള കേരളത്തിലെ ഉൾപ്പെടെയുള്ള നിരവധി സമരമുറകൾ നമ്മൾ കണ്ടാണ്. വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള, അതുപോലെ എത്രയോ മഹാന്മാര് ഈ ഇതിൽ നിന്നൊക്കെ മാറുവാൻ ഭട്ടതിരിപ്പാട് ഉൾപ്പെടെയുള്ള ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നുള്ളവർ പോലും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്. അയ്യങ്കാളി, അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, അവരൊക്കെ എടുത്തു തന്ന ആ ഒരു സാധനം ഇപ്പൊ ഇല്ല, സീറോ ആണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. വേടൻ തന്നെ പറയുന്നുണ്ട്, വേടന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അച്ഛൻ ശ്രീലങ്കനാണെന്നും അമ്മ മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാരി എന്ന് പറയുന്നത്. അപ്പം പിന്നെ വേടന്റെ ചില അപകർഷതാബോധങ്ങൾ ചില പാട്ടുകളിലൊക്കെ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ സൃഷ്ടിയും അദ്ദേഹത്തിന്റെ ആ പുതിയൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ
ആ വേടനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പക്ഷെ യോജിക്കാൻ കഴിഞ്ഞു വരത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ കൂടി ആയപ്പം അവരങ്ങ് ഏറ്റെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ വേടന് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപക്ഷെ നാളെ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ നാളെ ഭരണപക്ഷത്ത് വന്നാലും വേടൻ ഇത് തന്നെ ചെയ്തേനെ. വേടന്റെ ലക്ഷ്യം ഇതുപോലുള്ള അനീതികളൊക്കെ പഴയതും പുതിയതുമൊക്കെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. വേടന്റെ രാഷ്ട്രീയം കാണത്തില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാക്കി മാറ്റി കഴിയുമ്പോൾ കൂടുതൽ മൈലേജ് ഇപ്പൊ പുള്ളിയുടെ ബിസിനസ് ആണത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. വേടൻ പറയുന്നത് വേടന്റെ രാഷ്ട്രീയം എന്താണ്? വേടന്റെ രാഷ്ട്രീയം എല്ലാവർക്കും ഇപ്പോൾ അറിയാം. വേടനെ കൊണ്ടു നടക്കുകയാണ്. വേണ്ടി വന്നാൽ അടുത്ത ഒരു അസംബ്ലി സീറ്റ് ദളിതിന്റെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു റാപ്പ് സിംഗറാണ്. വാങ്ങിക്കുന്നു വേടൻ ഒരു റാപ്പ് സിംഗറാണ്. അദ്ദേഹത്തിന്റെ ചെയ്യുന്നില്ല, എന്നിട്ട് പിന്നെ അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് പ്രസംഗം ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയട്ടെ. ഇപ്പം യേശുദാസ് പാടുന്നുണ്ട്, നല്ല മനോഹരമായിട്ട് പാടി ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നു. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നില്ല. കഷ്ടം. വേടനെ യേശുദാസുമായിട്ട് കമ്പയർ ചെയ്ത ഈ മാഡത്തിന് എന്ത് പറയാം? യേശുദാസ് എവിടെ കിടക്കുന്നു, വേടൻ എവിടെ കിടക്കുന്നു? വേടന്റെ സംഗീതം എവിടെ, ദാസേട്ടന്റെ സംഗീതം എവിടെ? സത്യത്തിൽ ഒരു കാര്യമുണ്ട്, കഴമ്പില്ലാത്ത ഒരു കാര്യങ്ങൾ പറയുക. ഇപ്പൊ നമ്മളെല്ലാം സംഗീതം ഇഷ്ടപ്പെടുന്നവരാണ്. ചിലർക്ക് നാടൻപാട്ടായിരിക്കും, ചിലർക്ക് ക്ലാസിക്കൽ സംഗീതമായിരിക്കും, സെമി ക്ലാസിക്കൽ ആയിരിക്കും, റാപ്പ് മ്യൂസിക് ആയിരിക്കും. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. ഇപ്പോൾ പുതിയ ജനറേഷനിലെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലും സെമി ക്ലാസിക്കലും ഒന്നും അല്ല വേണ്ടത്. അതിനനുസരിച്ചുള്ള സാധനം വേടൻ ഇടുന്നു. വേടന്റെ ബിസിനസ്സാണ്. വേടൻ ഈ സമൂഹത്തിലൊന്ന് ഉദ്ധരിക്കാനും അവൻ കുറെ പാട്ടുകൾ എഴുതി അവൻ ഇറങ്ങി. പക്ഷെ ഇനിയിപ്പോ ഉദാഹരണത്തിന്റെ രീതിയിലേക്ക് വേണം. വേടൻ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നു. വേടൻ എന്തൊക്കെ ചെയ്യുന്നു സമൂഹത്തിന് വേണ്ടി? അതൊരു ചോദ്യചിഹ്നമാണ്. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ലെന്ന് പറയുന്നത്. വേടന്റെ പാട്ട് വിളിക്കുന്നവർക്ക് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ല. വേടൻ പാട്ട് പാടുമ്പോൾ ലക്ഷങ്ങളാണ്, ജനസാഗരമാണ് അവിടെ. ശരിയാണ്, ഇപ്പോൾ ജനസാഗരമാണ്. പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസ് തന്നെയാണ് ഇപ്പൊ വേടനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. കഴിയൊക്കെ സത്യമാണ്. ജനസാഗരമാണ് സദസ്സിൽ ഉണ്ടാവുന്നത്. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ലെങ്കിൽ, വേടന്റെ പാട്ട് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജനസാഗരം വരുന്നത്? വേടനെ പാട്ട് ഇഷ്ടമാണെന്നു, പക്ഷെ പാട്ടിലെ സ്റ്റൈല് ഇച്ചിരി മോശമാണെന്ന് തോന്നുന്നു. അറസ്റ്റ് ചെയ്ത പോലീസ് അകമ്പടിയോടെയാണ് വേടൻ ഇടുക്കിയിലെത്തിയതും ആ സദസ്സിൽ ജനലക്ഷങ്ങളാണ് കൂടിയത്. വേടന്റെ പാട്ടിന് ആസ്വാദകരില്ലെങ്കിൽ, വേടന്റെ പാട്ട് ബോറാണെങ്കിൽ, വേടന്റെ പാട്ട് അത് ചിലപ്പോ ശരിയായിരിക്കും, ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇതിന്റെ പിന്നിലുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ വേടന്റെ സൃഷ്ടികൾ നമുക്ക് കേരളത്തിൽ ഒരു വ്യത്യസ്തമായ സൃഷ്ടിയിലൂടെ, അതിന് റാപ്പെന്നോ ചേർത്ത് വല്ലതൊക്കെ ഇട്ടാ വേറെ അർത്ഥങ്ങളും വരും. അത് പോട്ടെ, എന്തായാലും ശരി, വേടന്റെ ആ കുറെ കാര്യങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങേറ്റത്തെത്തി. ഇപ്പൊ എന്തിനാ ഈ ഒരു കേസിലൊക്കെ പെട്ടു കഴിഞ്ഞപ്പോൾ അത് യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ അംഗീകാരമായി. കോളേജിലൊന്നും പോയിട്ടില്ലേലും വേടൻ തന്നെ പറയുന്നുണ്ട്, എന്റെ DNA അതാണ്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിവില്ല. ഇങ്ങനെ പറയുന്നവരും കേസിൽ പെടുന്നവരും ഒക്കെ സത്യത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ അറിയപ്പെടുന്നത് ഒരു അത്ഭുതം എന്നേ പറയാനുള്ളൂ. നമുക്ക് അടുത്ത ഇതിന്റെ അടിയുടെ കാഴ്ചകൾ കാണണ്ടേ? സമ്മതിച്ചല്ലോ. വേടന്റെ പാട്ട് കുത്തിരിപ്പാണെങ്കിൽ ഈ ജനലക്ഷങ്ങൾ അവിടെ കൂടുമോ? കുത്തിരിപ്പല്ല, വേടന് ഷോ കിട്ടുന്നുണ്ട്. ഇപ്പൊ സർക്കാർ വക വഴി പുള്ളിക്ക്, അത് അവരുടെ പൊളിറ്റിക്സ് ആണ്, സർക്കാരിന്റെ. നമ്മൾ സർക്കാരിനെ ഇവിടെ ന്യായീകരിക്കുന്നു. ഇവിടെ ആരൊക്കെയാ സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് ഇതിലൊന്നും പങ്കില്ലേ. സർക്കാരിന്റെ പൊളിറ്റിക്സ് ആയിരിക്കും, അവർക്ക് എന്തെങ്കിലും ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും. അത് സത്യമാണ്. അടുത്ത ഇലക്ഷനിൽ LDF സർക്കാരിന്റെ ഒരു ആയുധമായി അല്ലെങ്കിൽ ഒരു പ്രതിരോധ കവചമായി വേടൻ മാറും എന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ ചിലപ്പം ഒരു സീറ്റ് കിട്ടാനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്നാ പിന്നെ ആ സർക്കാരിന്റെ പോലീസല്ലേ വേടൻ അറസ്റ്റ് ചെയ്തത്? പറഞ്ഞത് അതെന്താ പറഞ്ഞത്? അത് ആൾക്കാർ ഈ പറയുന്ന പോലെ ഒരു പറ്റം ആൾക്കാർ പറയുന്നു. എന്തായാലും ശരി, ചേച്ചിമാര് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കിന് മറുപടി ഇല്ലാതെ വരുമ്പോ കൊഞ്ഞണം കുത്തുന്ന രീതിയാണ് ഇതിനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് ബോധമില്ലാത്ത
കുറ്റം? സർക്കാർ പറഞ്ഞോ കൊല്ലാൻ? സർക്കാർ പറഞ്ഞിട്ടില്ല, ഗവൺമെന്റ് പറയുന്നു. അപ്പൊ ഇങ്ങനെ ജാതിപരമായിട്ടുള്ള വേർതിരിവ് അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ കുറെ അധികം ശരിയാണ്. ജാതിയുടെ ഈ മതത്തിന്റെ ചിന്തകൾ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും വേടൻ അത് എഴുതുന്നത്. നമ്മൾ ഇന്നൊരു കാര്യം സത്യസന്ധമായി പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നു, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിക്കുന്നു, കൊണ്ടുപോകുന്ന ഭക്ഷണങ്ങൾ ഷെയർ ചെയ്യുന്നു. ഇത് ജാതിയും മതവും ദളിതനാണോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനാണോ എന്ന് നോക്കാറില്ല. നമ്മുടെ കുട്ടികൾ വളരുന്നത് അത്രയും നല്ല സൗഹാർദ്ദമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് കേരളത്തിൽ പോകുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അവിടെ നിൽക്കട്ടെ, നമ്മൾ കേരളത്തിന്റെ കാര്യം മാത്രം പറയാം. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം എടുത്ത് ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ അതൊരു സ്പർദ്ധ ആകില്ലേ? എനിക്കറിയില്ല. അവരുടെ മനസ്സിൽ ഉണ്ടായോണ്ടാണ് ഇത്തരത്തിലുള്ള സർക്കാരാണോ കൊന്നു? പോലീസാണോ കെവിനെ തല്ലിക്കൊന്നു? അല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കെവിനും അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കുടുംബ ഒരു വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് കെവിന് ഇതൊക്കെ. ഇതും കൂടെ വേടന്റെ സൃഷ്ടികളുമായിട്ട് എന്ത് ബന്ധം എന്ന് എനിക്കറിയില്ല. ആര് പറഞ്ഞു വേടനാണ് ഉണ്ടാക്കുന്നതെന്ന്? അവൻ അനുഭവിച്ച കുട്ടിക്കാലത്ത് അവൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലാതെ വേടൻ ശരിയാണ്. വേടൻ അനുഭവിച്ച, ചിലപ്പം ഒരു എഴുത്തുകാരനാണെങ്കിൽ, ഒരു പാട്ട് എഴുതുന്ന ആളാണെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ അവരുടെ സൃഷ്ടികളിൽ കൊണ്ടുവരും. അത് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് കേരളത്തിലെ ഒരു വിഭാഗം ഏറ്റെടുത്ത് അത് കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, കലാഭവൻ മണി നമ്മുടെ മണിമുത്തായിരുന്നു. അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന്റെ ലിറിക്സ് എടുത്തു നോക്കുകയാണ്. സാധാരണക്കാരന്റെ, തൊഴിലാളികളുടെ, സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടവരുടെ കഥകൾ പറയുന്ന കവിതയായിരുന്നു കലാഭവൻ മണിയുടെ. ഓട്ടോറിക്ഷക്കാരന്റെ കാര്യം പറയുന്നുണ്ട്, പാടത്ത് പണിയെടുക്കുന്നവരുടെ കാര്യം പറയുന്നുണ്ട്, കള്ളുകുടിച്ച് പണിയെടുത്തു വരുന്നവരുടെ കാര്യം പറഞ്ഞു. എത്രയോ നന്മകൾ നിറഞ്ഞ പാട്ടുകാരനായിരുന്നു, അല്ലെങ്കിൽ എത്ര സൃഷ്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഇങ്ങനൊരു വിഭാഗീയതയോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒന്നും കലാഭവൻ മണിയുടെ പാട്ടുകൾ ഉണ്ടായില്ല. എന്തായാലും ശരി, കലാഭവൻ മണിക്ക് അപ്പുറം ആണ് വേടൻ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. വേടൻ അദ്ദേഹത്തിന്റെ മറ്റ് ജാതികളെ കുത്തുന്നൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വേടൻ കുത്തുന്നില്ലെന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി ബ്രാഹ്മണനാണെങ്കിൽ ഞാൻ വെറും അത് ഞാൻ പറയുന്നില്ല, നമ്മുടെ സംസ്കാരത്തിന് വരുന്നില്ല. അത് പറഞ്ഞത് ലോകം മൊത്തം എത്തിയിട്ട് എത്ര സാംസ്കാരിക നായകർ ഇവിടെ പ്രതികരിച്ചു. സൃഷ്ടി വേടന്റെ ഓക്കെ കൊള്ളാം, പക്ഷെ അതിനകത്ത് ഒരു തെറി പദം വന്ന ബ്രാഹ്മണനാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തില് ബ്രാഹ്മണനെന്നോ മുസ്ലിമെന്നോ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് മറ്റു മതത്തിന് തീവ്രവാദം ഇവിടെ നമുക്കറിയാം ആരൊക്കെ കൊണ്ടു നടക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നില്ല. വേടൻ ഈ മണിപ്പൂരൊന്നും കണ്ടിട്ടില്ലേ? വേടൻ അങ്ങോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നേ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറ, ചേച്ചിമാരടിക്കട്ടെ. വേടൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ആ ജാതിയിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അതിപ്പോഴും തുടരുകയാണ്. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ജാതിബോധമുണ്ട്. ജാതിബോധം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മളൊരു സ്കൂളിൽ ചെല്ലുമ്പോ എന്താ ആദ്യം എഴുതി കൊടുക്കുന്നേ? അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ സെക്സ്, മെയില് ഫീമെയില്, അത് കഴിഞ്ഞാൽ റിലിജിയൻ, കാസ്റ്റ്. ഇതെന്നാ എടുത്ത് മാറ്റുന്നേ. ഈ ജാതിയും വിഭാഗീയതയൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റുന്നേ. ജോലിക്ക് പോകുമ്പോഴും അത് വേണ്ടേ? പിന്നെ എന്തിനാ സംവരണം ചോദിക്കുന്നേ? ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം എടുത്ത് കളഞ്ഞാൽ നമുക്ക് വേടൻ എന്നല്ല ആര് പറയുന്നത്, നമുക്ക് 100% അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറായേക്കും. ഇന്ന് ബ്രാഹ്മണ സമൂഹത്തിൽ ഏറ്റവും ആധപ്പതിച്ച് കിടക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പറയുന്ന താഴ്ന്ന ജാതിയിലെ ആൾക്കാരാണ് ഇന്ന് ഉന്നത പദങ്ങളിലിരിക്കുന്നത്. എത്രയോ ഡോക്ടേഴ്സ്, എത്രയോ IAS. എന്തിന്? നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആരാണ്? അതും താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ്. പിന്നെ നരേന്ദ്രമോദി OBC ആണ്.
പിന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത് ഷാ OBC ആണ്. ഇപ്പം ഇതിന് സമത്വമില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് അവരുടെ സമയം അത് പതുക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് ചാടും. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും, അത് വിദ്യാഭ്യാസമുള്ളവനാവട്ടെ, വിദ്യാഭ്യാസം പുറത്തോട്ട് വരും, ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വരും. ചേച്ചി അടി തുടങ്ങാൻ പോവാ. ഇല്ലാത്തവരാവട്ടെ, കറുപ്പനാവട്ടെ, വെളുപ്പനാവട്ടെ, എന്തോ ആവട്ടെ, എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഈ ജാതിബോധമുണ്ട്. അത് സമയാസമയങ്ങളിൽ ഇങ്ങനെ പുറത്തു ചാടിക്കൊണ്ടിരിക്കും. ഈ ജാതി നോക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു കളയുന്നതിന് എന്താ ഇവര് ഇന്റർവ്യൂവും തർക്കങ്ങളും വെക്കാത്തത്? ജാതിബോധത്തിലല്ലേ നമ്മളെ വളർത്തിയത് ഇവിടെ. അതെ, ഇപ്പൊ തന്നെയും എന്നെയും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ ഫാമിലി അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. സത്യമാണ്. ഞാൻ ഹിന്ദു, ഞാൻ ഈഴവ, ഞാൻ നായർ, ഞാൻ മറ്റേ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ നമ്മളെ വളർത്തിയിട്ടുള്ളത്. പിന്നെ ഇത് ജാതി ഇല്ല എന്ന് പറഞ്ഞത് ആരംഗീകരിക്കും? അതല്ല, അതിനപ്പുറം നമ്മുടെ ഒരു ഭാരതത്തിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരെയും നമ്മുടെ രക്തമാണെന്ന് കാണുകയും നമ്മുടെ സഹകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. നമ്മുടെ വിഷയം വിട്ടുപോകും, നമ്മുടെ അടിയെന്ന് കാണണ്ടേ. കൂട്ടാൻ വേണ്ടി ശാരികയുടെ ഒരു സംസാര രീതി ഉണ്ടല്ലോ, ഭയങ്കര റീച്ച് കൂട്ടാൻ വേണ്ടി കവലപ്രസംഗമല്ലോ നടത്തുന്നത്. ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ചാനലിൽ വന്നിരുന്നു, അവരുടെ ഒരു ഷോ ആണ് ചെയ്യുന്നത്. ഭയങ്കര മോശമാണ് ശാരിക, ഭയങ്കര മോശമാണ്. ശാരിക ഇപ്പൊ അടിക്കും. ശാരികയും ശാരിക കുറെ നേരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ജാതിയുമായി അധിക്ഷേപിച്ചോ? നിങ്ങളെ സാമ്പത്തികമായിട്ട് അധിക്ഷേപിച്ചോ? നിറത്തിന്റെ പേരിലോ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തോണ്ട്. ശാരികയുടെ ചോദ്യങ്ങൾക്ക് മറുപടി മുട്ടിയപ്പോൾ പിന്നെ രക്ഷയില്ല. കാര്യം ശാരികയുടെ ചോദ്യങ്ങൾ ശക്തവും ദൃഢവുമാണ്. അതിനെതിരെ പടവെട്ടി നീക്കുവാൻ ഈ ചേച്ചിക്ക് സാധിച്ചില്ല. അവിടെ അടി തുടങ്ങുകയാണ്. ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഇങ്ങനെ അപമാനിക്കുകയാണോ ഡെഡിക്കേഷൻ? ഇതിങ്ങനെ അപമാനിക്കുന്നുണ്ട്. ഈ കേസിൽ അപമാനിച്ചു എന്നൊന്നും ആർക്കും തോന്നുന്നില്ല. ഉത്തരം മുട്ടിയപ്പോ കൊഞ്ഞണം കാണിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഷോ സക്സസ് ആകാൻ ഏതൊരു ഞാൻ പോകും. അപ്പൂനെ വിളിച്ചേ, അപ്പൂനെ വിളിച്ചേ, അപ്പൂനെ വിളിച്ചേ. അപ്പൂനെ വിളി. ഷോ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടോ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഇങ്ങനെ അപമാനിക്കുന്നതാണ് ഒരു ഷോയുടെ രീതി എന്ന്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഷോയുടെ ഭാഗമാകാൻ താല്പര്യമില്ല. എനിക്ക് എന്തിന്റെ ആവശ്യമാണ് ഈ കൊച്ചി ഇങ്ങനെ പറയുന്ന ഈ വൃത്തികളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ? എന്തായാലും ശരി, വേടന്റെ പേരിലുള്ള പല ഇന്റർവ്യൂ ഇപ്പൊ നമുക്ക് കാണുന്നുണ്ട്. പലപ്പോഴും ഞാൻ വിചാരിച്ചു, ഈ വേടനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെപ്പോഴും ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഒരു പക്ഷം അങ്ങനെ പറയും ഒരു കൂട്ടര്. പക്ഷെ വേടന്റെ നല്ല ഗുണങ്ങളും ഉണ്ട്. വേടന്റെ എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ തന്നെ പുള്ളിക്കാരനും ഉണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ജനത്തിനെ ആകർഷിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വലിയ സംഗീതജ്ഞന്റെ മാതിരി ഒരു ഓഡിയൻസ് ഒക്കെ വേടന്റെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അത് വേടന്റെ ഒരു കഴിവാണ്, വേടന്റെ ഒരു തന്ത്രമാണ്, വേടന്റെ ഒരു ബിസിനസ്സാണ്. വേടൻ അതിൽ പൊക്കോട്ടെ. പക്ഷെ ഇപ്പൊ രാഷ്ട്രീയപരമായും മതപരമായും എല്ലാം കൂടെ കുടുക്കി പുള്ളിയെ വേറൊരു തലത്തിലേക്ക് മാറ്റും. പുള്ളി ഈ സംഗീതത്തിൽ നിന്നും പുള്ളിയുടെ ഈ സൃഷ്ടികളിൽ നിന്നുമൊക്കെ മാറി രാഷ്ട്രീയത്തിലേക്ക് പോയും അവസാനം കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതങ്ങ് ഇല്ലാതാകും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് വേടന്റെ മറ്റൊരു കഥയുമായി പിന്നെ കാണാം. നന്ദി, നമസ്കാരം.